ഞാൻ ശ്രീ എം പ്രകാശിലേക്ക് പോകുന്നു. ശ്രീ എം പ്രകാശൻ, ഇപ്പോൾ 102 എന്ന അക്കം നിങ്ങളെ വല്ലാത്ത രീതിയിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് UDF നേടിയത്. പക്ഷേ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ പറ്റാതെ ദിവസങ്ങൾ നീണ്ട തർക്കത്തിലേക്ക് നീങ്ങുന്ന ഈ സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? യഥാർത്ഥത്തിൽ UDFനെ ജയിപ്പിച്ചിട്ടുള്ള ജനങ്ങളെ പരിഹസിക്കുന്ന ഒരു ചിത്രമാണല്ലോ കഴിഞ്ഞ 4 ദിവസക്കാലമായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ തന്നെ ഇന്നത്തെ ചർച്ച കൊടുത്തിരിക്കുന്ന പേര് ഈ പറയുന്ന പോലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതിന് വ്യത്യസ്തമായിട്ടാണോ തീരുമാനം വരുന്നതല്ലേ? കിടക്ക് നിങ്ങൾ ചർച്ച എന്ന് നിർത്തിവെച്ചു. കാരണം കോൺഗ്രസ് തീരുമാനം പറയാൻ പോവാൻ ഭയങ്കര തീരുമാനമല്ലേ വന്നത്. എന്താ ഇപ്പോൾ വന്നിരിക്കുന്ന തീരുമാനം? ഫ്ലക്സ് യുദ്ധം അവസാനിപ്പിക്കണം. എന്തൊരു മഹത്തായ തീരുമാനമാണ്. ഒരു സംസ്ഥാനം ഭരിക്കാൻ നേർത്തു കൊടുക്കേണ്ട പാർട്ടി 3-4 ദിവസക്കാലമായിട്ട് നിരന്തരമായി ചർച്ച ചെയ്ത് ഇപ്പോൾ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങൾ ആരും തന്നെ ഫ്ലക്സ് യുദ്ധം നടത്താൻ പാടില്ല, ആ യുദ്ധം അവസാനിപ്പിക്കണം. രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ കുറിച്ച് നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ. 3 പേരും ഒന്നിച്ച് മാധ്യമങ്ങളെ കാണണം. എന്താ പറയാൻ കാരണം അവർ തമ്മിലുള്ള ചക്കളത്തി പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാർക്കെല്ലാം അറിയാം, UDFന് വോട്ട് ചെയ്തവർക്കും അറിയാം. ഇത്ര പരിഹാസ്യമായൊരു നില ഈ കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ട് ഒരു നേതാവ് പറയാണ് ഒരു തർക്കവും ഞങ്ങൾ തമ്മിലില്ല. എന്തൊരു സത്യമാണ്. എവിടെ വീഡിയോ സന്ദേശം പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ. ഒരു തർക്കവും ഞങ്ങൾ തമ്മിലില്ല. ദിസ് ഈസ് ദി ഫാസ്റ്റസ്റ്റ് പ്രൊസീജിയർ ഇൻ ദ കൺട്രി. കഴിഞ്ഞ 2 തവണ LDFന്റെ ഗവൺമെന്റ് ആണല്ലോ കേരളത്തിൽ വന്നത്. അന്നും നേതാവിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇപ്പോൾ പറയാൻ ദിസ് ഈസ് ദി ഫാസ്റ്റസ്റ്റ് പ്രൊസീജിയർ ഇൻ ദ കൺട്രി. മറ്റു പാർട്ടികളുമായി താരതമ്യം ചെയ്താൽ ഇതാണ് ഏറ്റവും. നിങ്ങൾ ആരെ പറ്റിക്കാനാണ് ശ്രമിക്കുന്നത്? യഥാർത്ഥത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിദയനീയമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഒരു കാരണവശാലും പ്രതീക്ഷിച്ചുകൂടാത്ത കാര്യങ്ങളല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സംസാരിച്ചിട്ടുള്ള VR അനു, അദ്ദേഹമാണല്ലോ ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അഭിപ്രായം കേട്ടാൽ നിങ്ങൾ കൃത്യമായിട്ട് അറിയും അവരുടെ മുന്നണിക്കകത്തുള്ള തർക്കം എന്താണ് എന്ന്. അദ്ദേഹം പറഞ്ഞെന്താ? MLA-മാരുടെ അഭിപ്രായത്തിന് മുൻതൂക്കം കൊടുക്കണം, ആള് ഇറക്കിയുള്ള പ്രകടനത്തിന് പരിഗണന കൊടുക്കാൻ പറ്റില്ല. ആരുടെ ഭാഗത്താണ് അദ്ദേഹം എന്നുള്ളത് വേറെ എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? അരി എത്ര എന്ന് ചോദിച്ചപ്പോൾ പയരഞ്ഞാടി എന്നല്ലേ പറയുന്നത്. ഇവിടെ ഇപ്പോൾ മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് KCA സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ ചോദിക്കട്ടെ, UDF എങ്ങനെ അധികാരത്തിൽ വന്നിരിക്കുന്നത്? വെള്ളാപ്പള്ളിയെ വണ്ടിയിൽ കയറ്റുന്നതിന്റെ പേരിൽ പിണറായി ഈ പറഞ്ഞ വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിക്കുന്നതാണ് LDF ആകെ മുസ്ലിം വിരുദ്ധരാണ്. ഇത് സ്ഥാപിച്ചുകൊണ്ട് അധികാരം നേടിയവരല്ലേ നിങ്ങൾ? ഇപ്പൊ നിങ്ങൾ അതിനെ പറ്റി തർക്കം അറിയണോ? യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അധികാരം കിട്ടിയതിന് ശേഷം നിങ്ങളുടെ യഥാർത്ഥമായ മുഖം വെളിപ്പെടുകയാണ്. നിങ്ങൾ ഒരു പാർട്ടിയല്ല, ഗ്രൂപ്പാണ്. നിങ്ങൾ തമ്മിൽ അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള തർക്കമാണ് നടക്കുന്നത്. അതല്ലാതെ ജനങ്ങളെ സേവിക്കുന്ന കാര്യത്തിൽ അത് ഇപ്പോഴും മാത്രമല്ല. UDFന്റെ ഗവൺമെന്റുകൾ ഭരിച്ചിട്ടുള്ളത് കേരളത്തിൽ എപ്പോഴാണ് ജനങ്ങൾക്ക് വേണ്ടി ഭരിച്ചിട്ടുള്ളത്? നിങ്ങൾ LDFന്റെ ഗവൺമെന്റ് 10 കൊല്ലം നടപ്പിലാക്കിയ കാര്യങ്ങൾ അതെല്ലാം വിസ്മരിക്കാൻ പാകത്തിൽ മാധ്യമങ്ങളെ കൂടി ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ നിങ്ങൾ വൈകാരിക വിഷയങ്ങൾ, ഈ പറഞ്ഞ പോലെ ധാർഷ്ട്യം, ധിക്കാരം, അല്ലെങ്കിൽ ചിരിക്കുന്നില്ല, ഇങ്ങനെയെല്ലാം ഉള്ള അതാണോ ഒരു നാടിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ച ചെയ്യേണ്ട വിഷയം? 10 കൊല്ലമായിട്ട് LDFന്റെ ഗവൺമെന്റ് നടപ്പിലാക്കിയ കാര്യങ്ങൾ, 5 കൊല്ലം UDFന്റെ ഗവൺമെന്റ് നടപ്പിലാക്കിയ കാര്യങ്ങൾ, അവയെ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് പകരം വൈകാരികമായ വിഷയങ്ങളെ കൊണ്ടുവന്നിട്ട് ജനങ്ങളെ കെട്ടിയിടാൻ അത് കഴിഞ്ഞല്ലോ. ശ്രീ പ്രകാശ് മാഷെ പ്രതിപക്ഷ നേതാവായിട്ടില്ല കേട്ടോ. പ്രതിപക്ഷ നേതാവിന്റെ പേര് അത് കഴിഞ്ഞാലും നടന്ന കാര്യം വിസ്മരിക്കാനൊന്നും കഴിയില്ല. അത് കഴിഞ്ഞാലും ഇപ്പൊ നിങ്ങൾ നടത്തുന്ന ശ്രമം എന്താ? ഇപ്പോൾ ഞാൻ പറയട്ടെ ഇപ്പോൾ നിങ്ങൾ നടത്തുന്ന ശ്രമം എന്താ? ഈ പരാജയമാകെ തന്നെ CPMന്റെ LDFന്റെ എന്തോ തകരാറ് കൊണ്ടാണ്, നേതാക്കന്മാരുടെ കുറ്റം കൊണ്ടാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങള് ഇത്തരം കാര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെ കാണുന്നവരാണ്. ഞങ്ങളുടെ പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമായതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ തിരുത്താനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കൃത്യമായി ഞങ്ങൾ ചർച്ച ചെയ്ത് തിരുത്തും. എല്ലാ കാര്യത്തും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതാണ് പരാജയത്തിന് ആകെ കാരണം. ഈ കേരളത്തില് മാധ്യമങ്ങളും UDFും BJPയും എല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള പ്രചണ്ഡമായ പ്രചാരവേല CPMനെയും LDFനെയും അപകീർത്തിപ്പെടുത്താൻ, ഞങ്ങൾ ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ, വൈകാരിക വിഷയങ്ങളെ ശ്രദ്ധാകേന്ദ്രമാക്കാൻ, അതിനെല്ലാം നിങ്ങൾ കൂടി നടത്തിയ ഒരു സമരത്തിലാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്. അല്ലാതെ ഇവിടെ BJPയും കോൺഗ്രസും മാത്രമൊന്നുമല്ല. BJPയും കോൺഗ്രസും മാതൃഭൂമിയും മനോരമയും ലീഗും അവരെല്ലാം ചേർന്ന് നടത്തിയ ശ്രമം വിജയിച്ചു. ഞങ്ങളത് കാണുന്നുണ്ട്. ഞങ്ങൾ പരിഹരിക്കേണ്ട വല്ല കാര്യങ്ങളും പരിഹരിക്കുകയും ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും പറയാൻ കഴിയണം ഈ ചക്രവർത്തി പോരാട്ടത്തെ കുറിച്ച്. ഇവിടെ ഈ 102 സീറ്റ് കിട്ടിയിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ദീപാദാസ് മുൻഷി,
അത് പറഞ്ഞിരിക്കുന്നത് 23 വരെ സമയമുണ്ടല്ലോ, അപ്പോഴേക്ക് നിങ്ങൾ ആളെ നിശ്ചയിക്കാന്നാണ്. എന്തൊരു നാണക്കേടാണിത്. ശരി, അതിനിടയ്ക്ക് ഇത് കൂടി പറയൂ, അങ്ങയുടെ പാർട്ടിയെ കുറിച്ച് കൂടി പറയൂ. ശ്രീ പ്രകാശൻ, നിങ്ങൾക്കിടയിൽ ഏതായാലും ചക്കളത്തി പോരാട്ടമില്ലല്ലോ. പ്രതിപക്ഷ നേതാവ് എന്ന പേര്, പ്രതിപക്ഷ നേതാവിന്റെ പേരെന്താണ് വൈകുന്നത്? അത് വൈകേണ്ട കാര്യം നിങ്ങൾ മുഖ്യമന്ത്രിയൊക്കെ വരട്ടല്ലേ, അതിന് ചേട്ടൻ പ്രതിപക്ഷ നേതാവിനെ പറഞ്ഞാൽ മതിയല്ലോ. ഓക്കെ, അപ്പൊ അതാണ് പ്രതിപക്ഷ നേതാവ് ഭരിക്കാൻ പോകുന്നല്ലോ. ശരി ശരി, മുഖ്യമന്ത്രിയാണല്ലോ. ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങളൊന്നും ഓരോ അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ അത്തരം കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണില്ല, ഈ കേരളത്തിലാകെ നടക്കുന്ന പ്രവർത്തനത്തെ ഇപ്പോൾ കോൺഗ്രസിന്റെ വെല്ലുവിളിയിൽ നടക്കുന്നത്. നിങ്ങളുടെ ഒരു കോൺഗ്രസിന് MP പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടോ? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ? ഉമ്മൻചാണ്ടിയുടെ കല്ലറക്ക് അവിടെ പോയിട്ട് കണ്ണീരൊടുക്കിയവർ അദ്ദേഹത്തിന്റെ ഫ്ലക്സ് കയറിയപ്പോൾ മിണ്ടുന്നില്ല. ഇവിടെ പിന്നെ ഫ്ലക്സ് ബോർഡിൽ നിന്ന് ചിലർ KCയുടെ മുഖം മുറിച്ച് കളയുന്നു, ചിലർ സതീശന്റെ മുഖം മുറിച്ച് കളയുന്നു. ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടോ ഈ പിന്നെ കേരളത്തിൽ വരെയെങ്കിലും? അവരെ പറ്റി നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ നേരമില്ല. നിങ്ങളെ പറ്റിയാണ് ഇതെല്ലാം. ചോദിച്ചതാണല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് അങ്ങയുടെ പാർട്ടിയെ കുറിച്ച് കൂടി ഒരു വരി എത്ര ചോദിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.